ഇറങ്ങുകയാണ്. ഇസ്ലാമിന്റെ സുന്ദരമായ പ്രബലമായ പല ആശയാനുഷ്ഠാനങ്ങളെയും അങ്ങേയറ്റം പരിഹസിച്ചുകൊണ്ടും നിന്ദിച്ചുകൊണ്ടും ഒരു ഗാനം, മാപ്പിളപ്പാട്ടിന്റെ രീതിയിൽ എഴുതിയ ഒരു ഗാനം സമുദായത്തിനിടയിൽ വളരെ വലിയ ചർച്ചാ വിഷയമായി. എന്നാൽ ഈ വരികളിലടങ്ങിയ വിവാദങ്ങൾക്കെതിരെ അക്കമിട്ട മറുപടികളുമായി ഒരാൾ രംഗത്ത് വന്നു. ബഹുമാനപ്പെട്ട കടായിക്കൽ നലവർ മൊയ്തീൻ കുട്ടി ഹാജി. വിശ്വാസ ഈമാൻ തലങ്ങളെ അങ്ങേയറ്റം ചാഞ്ചല്യപ്പെടുത്തുന്ന ഈ വരികൾ എഴുതിയ കേവലം മുസ്ലിം നാമധാരിയായ എന്നാലും നിരീശ്വരവാദം വെച്ച് പുലർത്തിയിരുന്ന ആ വ്യക്തിയെ ഷെയ്ത്താനെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് പൗരുഷമായ ഭാഷയിലും അങ്ങേയറ്റം ആക്ഷേപഹാസ്യ രൂപേണയും മഹാനവറുകൾ എഴുതിയ വർത്തമാന കാലത്തിലെ ഏറ്റവും പ്രസക്തമായ വരികൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. മലിക്കുൽ മുലൂക്കിനെ കാണാതെ മഹിഷറ വിട്ട് കടക്കേണേ, വലിയൊരു പാലം കടക്കണമെന്നത് മരിച്ചോർക്കല്ലട ശൈത്വാനേ. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കാണണമെന്നുണ്ടെങ്കിൽ കാണുക എന്നുള്ളത് അത്ര എളുപ്പമൊന്നുമല്ല. അതിന് ആദ്യം മഹിഷറ എന്ന സ്ഥലത്തിലെത്തണം, അതിനുശേഷം സിറാത്ത് പാലം എന്ന അതിലും വലിയ കടമ്പ കടക്കണം. ഇതൊക്കെ കടന്നു ചെന്നാലും അതൊക്കെ മരിച്ചവർക്ക് പറഞ്ഞ കാര്യമല്ലേ, ഇതിനെ ഇവിടെ നിഷേധിച്ചിട്ട് എന്താണ് കാര്യമെന്ന് മഹാനവറുകൾ ചോദിക്കുകയാണ്. മനസ്സിനു വേണ്ട ഹയാത്തിന് മരുന്നുണ്ട് മക്കത്ത് വിൽക്കുന്ന. മനസ്സിന് വേണ്ട ഹയാത്ത്, അതായത് ആത്മീയമായ സംസ്കരണത്തെ കുറിച്ചാണ് ഹാജി ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ആത്മീയമായ സംസ്കരണത്തിനുള്ള മരുന്ന് അതങ്ങ് മക്കത്താണുള്ളത്. അതായത് അഷ്റഫുൽ ഹൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനുൽ ഇസ്ലാമും ഖുർആനും മറ്റ് അനുബന്ധനങ്ങളുമാണ് ഈ മരുന്നെന്ന് മഹാനവറുകൾ ഇവിടെ പറഞ്ഞു വെക്കുന്നു. മനസ്സിനു വേണ്ട ഹയാത്തിന് മരുന്നുണ്ട് മക്കത്ത് വിൽക്കുന്ന. മണത്തറിഞ്ഞി മലബാറിലും വന്നനെ മാങ്ങിക്കുമെല്ലന ശൈത്വാനേ, മാങ്ങിക്കുമെല്ലന ശൈത്വാനേ. അങ്ങനെ ലോകമൊട്ടാകെ ഈ ദീനുൽ ഇസ്ലാം പടർന്നു പന്തലിച്ചപ്പോൾ അതിന്റെ ശിഖരങ്ങൾ ഇങ്ങ് മലബാറിലും എത്തിയിട്ടുണ്ടല്ലോ, അത് ചെന്ന് വാങ്ങിക്കോ, അതായത് അത് ചെന്ന് പഠിച്ച് മനസ്സിലാക്കിക്കോ ശൈത്താനെ എന്ന് മഹാനവറുകൾ ഉപദേശിക്കുകയാണ്. തലമറന്നെണ്ണ നീ തേക്കല്ല, തലച്ചോറ് പൊട്ടിച്ച് ചോർത്തല്ല. നമ്മൾ സാധാരണയായി കേൾക്കുന്ന പ്രയോഗം തന്നെയാണ് തലമറന്നെണ്ണ തേൽക്കുക. അതായത് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാതെ എടുത്തു ചാടുക. അങ്ങനെ ചെയ്താൽ നിന്റെ തലച്ചോറ് നിന്റെ നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള ബുദ്ധിയുണ്ടല്ലോ അത് പാഴായി പോകുമെന്ന് മഹാനവറുകൾ ചൂണ്ടിക്കാണിക്കുകയാണ്. തലമറന്നെണ്ണ നീ തേക്കല്ല, തലച്ചോറ് പൊട്ടിച്ച് ചോർത്തല്ല. തലമുറ തച്ച് പൊളിച്ച ബജാറിലെ താങ്ങി നിൽക്കുന്നു ശൈത്വാനേ, താങ്ങി നിൽക്കുന്നു ശൈത്വാനേ. അങ്ങനെ തലമുറയായി കൊണ്ടുവന്ന പൂർവികന്മാർ കൊണ്ടുവന്ന ഈ ദീനുൽ ഇസ്ലാം എന്ന പച്ചക്കൊമേതം കണ്ടല്ലോ, അത് നീ വജാർ എന്ന് പറയുന്നത് അങ്ങാടി, അതായത് പൊതുസമൂഹത്തിൽ നീ അതിനെ താത്തി വില കുറച്ച് മോശമാക്കി വില കുറച്ച് വിൽക്കല്ലേ, അതായത് വില കുറച്ച് പ്രചരിപ്പിക്കല്ലേ എന്ന് മഹാനവറുകൾ താക്കീത് നൽകുകയാണ്. അക്കാലത്ത് ഈ പാട്ടിന്റെ ഉണ്ടാക്കിയ ഓളം അത്ര ചെറുതൊന്നുമല്ലായിരുന്നു, മറിച്ച് ധാരാളം നിരീശ്വരവാദികളെ ഇസ്ലാമിലേക്ക് നയിക്കാൻ എത്തിച്ച ഒരു ഗാനം എന്നത് ചരിത്രമാണ്. മറിച്ച് മഹാനവറുകൾ ഒരു ഗാനരചയിതാവ് മാത്രമായിരുന്നില്ല, അല്ലാഹു തആലയുടെ ആരിഫും ഹക്കായിക്കിന്റെയും തൗഹീദിന്റെയും ഉത്സാരങ്ങൾ പൂണ്ട് വലിയ കാവ്യങ്ങളും വലിയ കാവ്യങ്ങളും വിരുദ്ധങ്ങളും രചിച്ചിരുന്ന ഒരു ഗാനരചയിതാവ് കൂടിയായിരുന്നു. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. സ്വാതന്ത്ര്യ സമര കാലത്ത് അധിനിവേശ ശക്തികൾക്കെതിരെ പ്രതികരിച്ചതിനു വേണ്ടി മഹാനവറുകളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അകപ്പെടുകയും അതുപോലെ തന്നെ തൂക്കിലകറ്റാൻ വേണ്ടി ശിക്ഷ വിധിക്കുകയും ചെയ്തു. അങ്ങനെ തൂക്കുകയറിന്റെ മുന്നിലെത്തിയപ്പോഴേക്കും മഹാനവറുകളോട് അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. മഹാനവറുകൾ പറഞ്ഞു, എനിക്ക് അവസാനമായിട്ടൊരു പാട്ട് പാടണം. അങ്ങനെ തൂക്കുകയറിന്റെ മുന്നിൽ വെച്ച് 313 മുസ്ലിങ്ങളെ തപസ്സുലാക്കിക്കൊണ്ട് ആ ഗാനം മഹാനവറുകൾ ആലപിക്കുകയാണ്. ജന്നാത്തുൽ ഫിർദൗസിലിരിക്കും ക്ഷേമക്കിരികിടരാകിയ 313 മുർസലീങ്ങളെ
313 മുർസലീങ്ങളെ ശിക്ഷയിൽ ഉൾപ്പെട്ടുങ്കള മുഹിയുദ്ദീൻ ജയിലിൽ കിടന്നിട്ട് വിളിക്കുക സംഗതി മുക്തി മഹാങ്ങളെ 313 മുർസലീങ്ങളെ 313 മുർസലീങ്ങളെ അങ്ങനെ സ്വർഗീയ ലോകത്ത് കഴിയുന്ന അമ്പിയാക്കളുടെ കൂട്ടത്തിൽ കിരീടരാഗിയ അതായത് കിരീടം ചൂടിയവരായ 313 മുർസലീങ്ങളെ തവസ്സുലാക്കിക്കൊണ്ട് മഹാനവറുകൾ ആരംഭിക്കുകയാണ്. എന്തിനാണ് അവരോട് തവസ്സുല് ചേരുന്നത്? ശിക്ഷയിൽ അകപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ഉങ്കൻ മുഹിയദ്ദീൻ, അതായത് നിരപരാധിയായ നിങ്ങൾ മുഹിയദ്ദീൻ എന്ന ഞാൻ സങ്കടം പറയുകയാണ് മാങ്കളെ, അതായത് ഞാൻ നിങ്ങളോട് സങ്കടം പറയാണ് ബഹുമാനരെ എന്ന് മഹാനവറുകൾ ഖേദം പ്രകടിപ്പിക്കുകയാണ്. മുന്നുടെ ആബുൽ ബശറാകിയ മുന്നുടെ ആദം ബാവാവേ ആദ്യം സർവ്വ മുർസലീങ്ങളുടെയും എന്നല്ല, മറിച്ച് സർവ്വ മനുഷ്യരുടെയും പിതാവായ ആദം നബി അലൈഹി ഇസ്ലാമിനെ വിളിക്കുന്നു. മുച്ചുടെ സീറും ഉൾബശരാകിയ കക്ഷിയമേൻ തരുൾ ഹവ്വാവേ അതായത് സർവ്വ മനുഷ്യരുടെയും ഉമ്മയായ മാതാവായ ഹവ്വ ഉമ്മയെ വിളിക്കുന്നു. മുന്നുടെ ആബുൽ ബശറാകിയ മുന്നുടെ ആദം ബാവാവേ മുച്ചുടെ സീറും ഉൾബശറാകിയ കക്ഷിയമേൻ തരുൾ ഹവ്വാവേ തന്നെ സ്വലാത്ത് കൊടുത്തു വിവാഹമെ ജന്നാത്തിന് മുടിത്തീവേ തന്നെ സ്വലാത്ത് കൊടുത്തു വിവാഹമെ ജന്നാത്തിന് മുടിത്തീവേ തങ്കമതയ വഹാത്തിമിൽ പണ്ട് മുഖം കുടിന്നെത്തതിൽ ദുനിയാവേ 313 മുർസലീങ്ങളെ 313 മുർസലീങ്ങളെ അങ്ങനെ സ്വർഗീയ ലോകത്ത് വെച്ച് സ്വലാത്ത് മഹറായി നൽകി ആദം ഹവ്വ ദമ്പതികളുടെ വിവാഹം കഴിയുകയെ അവരെ ഭൂമിയിലേക്ക് ഇറക്കി അറഫയിൽ വെച്ച് സംഗമിച്ചപ്പോൾ അവരുടെ സന്താന പരമ്പരയിൽ ഉണ്ടായിരുന്ന മുഴുവൻ മുർസലീങ്ങളെ തവസ്സുലാക്കിക്കൊണ്ട് ആ ഗാനം ആരംഭിച്ചു. അതിനുശേഷം അവസാനിക്കുകയുണ്ടായപ്പോൾ ഈ വിധിച്ച ജഡ്ജി ഉണ്ടല്ലോ, ആ ജഡ്ജി തന്റെ അരമനയിൽ സുഖനിദ്രയിലായിരുന്നു. ആ ജഡ്ജി പെട്ടെന്ന് ഒരു അശരീരി ഉണ്ടാവുകയും ചാട്ടവാറ് കൊണ്ടൊരടിയും വിടടാ മുഹിയദ്ദീനെ എന്ന് ജഡ്ജി പെട്ടെന്ന് ഭയന്നുകൊണ്ട് താൻ വിധിക്കപ്പെട്ട ശിക്ഷയുണ്ടല്ലോ അത് റദ്ദാക്കുകയും മഹാനവറുകളെ വെറുതെ വിടുകയും ചെയ്തു. അങ്ങനെ ഈ മഹാനവറുകൾ നമുക്ക് തന്ന വഴികാട്ടി തന്ന എല്ലാ തവസ്സുലുകളും നമ്മൾ പാലിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.